എം കെ ഹരിദാസ്, ഇപ്പോൾ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ശ്രീമതി വീണ ജോർജിന്റെ ഒരു പ്രതികരണം ഫേസ്ബുക്കിൽ വന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായത് ദാരുണമായ സംഭവമാണ്. അപകടത്തിൽപ്പെട്ട ബിന്ദു മരണമടഞ്ഞ സംഭവം വേദനിപ്പിക്കുന്നതാണ്. കുടുംബത്തിന്റെ ദുഃഖം എന്റെയും ദുഃഖമാണ്. അതിൽ പങ്കുചേരുന്നു, ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. സർക്കാർ പ്രിയപ്പെട്ട ബിന്ദുവിന്റെ കുടുംബത്തിനൊപ്പം ഉണ്ടാകും എന്നുള്ളതാണ്. ഈ സംവിധാനം മെച്ചപ്പെടുത്താനുള്ള ശ്രമം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചത്. ഇതിൽ നിന്നൊക്കെ പഠിക്കുമോ? ആതുരശാലകൾ മരണക്കെണിയാവരുത് എന്ന് ബിന്ദുവിൻ്റെ അമ്മ ഇന്ന് പറഞ്ഞതായിട്ട് നിങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തൻ്റെ മകളോ നഷ്ടപ്പെട്ടു, ഇനി ഒരു അമ്മയ്ക്കും ഈ ദുരന്തം വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു അമ്മയുടെ ആ വിലാപം ഈ സർക്കാർ കേൾക്കണം. കാരണം ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കാസർഗോഡ് ജില്ലാ ആശുപത്രിയുടെ TB യൂണിറ്റിൻ്റെ ഒരു കെട്ടിടം ഏത് സമയത്തും തകർന്നു വീഴാനുള്ള സാധ്യതയുണ്ട്. ആലപ്പുഴയിലെ ജനറൽ ആശുപത്രിയുടെ പഴയ ബ്ലോക്ക് ആലപ്പുഴ മെഡിക്കൽ കോളേജിൻ്റെ ജനറൽ വാർഡിൻ്റെ ഒരു ബ്ലോക്ക് ഏത് സമയത്തും തകർന്നു വീഴാൻ സാധ്യതയുണ്ട്. പാലക്കാട് ഇതുമാതിരി തന്നെ ജില്ലാ ആശുപത്രിയുടെ ഒരു ബ്ലോക്ക് ഏത് സമയത്തും തകർന്നു വീഴാൻ സാധ്യതയുണ്ട്. ഞാൻ ഈ ഗുരുവായൂരിരിക്കുന്ന ഞാൻ അവിടെ പോയി നോക്കിയിട്ടല്ല പറയുന്നത്, മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ബിന്ദുവിൻ്റെ അമ്മ ഇന്ന് പറഞ്ഞിട്ടുള്ള ആ വിലാപമുണ്ടല്ലോ, അത് ഈ സർക്കാർ കേൾക്കണം. കാരണം 9 വർഷം മുമ്പ് ഭരിച്ച സർക്കാരുകളുടെ പിടിപ്പുകോട് കൊണ്ടാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടായത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ആളുകൾ തയ്യാറായിരിക്കുന്ന നമ്മുടെ നാട്ടിൽ ഈ ഡോക്ടർ വന്ദനാദാസ് കൊലപാതകം കൃത്യമായ സെക്യൂരിറ്റി ഡ്യൂട്ടി ചെയ്യുന്ന ഡോക്ടർമാർക്ക് കൊടുക്കാത്തതിൻ്റെ പേരിൽ ഡോക്ടർ വന്ദനാദാസ് എന്ന് പറയുന്ന ഒരു കുടുംബത്തിൻ്റെ വിളക്കാകേണ്ട ഒരു 25-24 വയസ്സ് പ്രായമുള്ളൊരു പെൺകുട്ടി കൊല ചെയ്യപ്പെട്ടത് ഈ സംസ്ഥാനത്താണ്. അതും മുൻകാല സർക്കാരിൻ്റെ പിടിപ്പുകേട് കൊണ്ടാണ് എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാം. കോവിഡ് രോഗിയെ ആംബുലൻസിൽ കൊണ്ടുപോകുമ്പോൾ ഡ്രൈവർ ബലാത്സംഗം ചെയ്തു, അതും നമുക്ക് വ്യാഖ്യാനിക്കാം. മുൻകാല സർക്കാരുകളുടെ ഈ 9 വർഷത്തെ അല്ലെങ്കിൽ കോവിഡിൻ്റെ 5 വർഷത്തെ ഭരണത്തിലുണ്ടായിട്ടുള്ള പരാജയമല്ല അത്. ഓപ്പറേഷൻ തിയേറ്ററിലെ അർദ്ധബോധാവസ്ഥയിൽ കിടക്കുന്ന ഒരു രോഗിയെ അവിടുത്തെ ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജ് ജീവനക്കാരൻ ബലാത്സംഗം ചെയ്തു, അതും മുൻകാല സർക്കാരുകളുടെ പിടിപ്പുകേട് കൊണ്ടാണ് സംഭവിച്ചിരിക്കുന്നത്. കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൻ്റെ ICUവിലെ ഒരു തീപിടുത്തമുണ്ടായി, കഴിഞ്ഞ ഒരു മാസം മുമ്പാണ് ഉണ്ടായത്, അതും മുൻകാല സർക്കാരിൻ്റെ ഇതിലാണ്. മാധു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആനയുടെ ചിത്രം വരച്ച് അതിൻ്റെ പുറത്ത് കയറാൻ ആഗ്രഹിച്ച ഒരു കുട്ടിയുടെ കഥ ഉണ്ട് ഈസോപ്പ് കഥകളിൽ. ആ കഥയുടെ കഥാപാത്രങ്ങളാണ് കേരളത്തിൽ ഇന്നത്തെ ഭരണാധികാരികൾ. ഈ ആരോഗ്യ കേരളത്തിന് നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ വിശ്വസിപ്പിച്ചുകൊണ്ട് എന്താണ് യഥാർത്ഥത്തിൽ എന്ന് ഇവർ മനസ്സിലാക്കുന്നില്ല. നമ്മൾ കാണുന്ന ഒരു കഥകളിക്കാരനെ മാധു ഒന്ന് നോക്കൂ. അതായത് അവരുടെ കാതിലെ ഒരു 500 ഗ്രാമിൻ്റെ 2 കമ്മല്, അവരുടെ കഴുത്തിലൊക്കെ വല്ലാത്ത ആടയാഭരണങ്ങൾ. പക്ഷേ ആ കഥകളി വേഷം അഴിച്ചു വെച്ച് കഴിഞ്ഞാൽ അവർ പച്ചയായ മനുഷ്യരും എന്നും കഞ്ഞി കുടിക്കേണ്ട അവസ്ഥയിലുള്ള ഒരു സാധാരണ കലാകാരനുമാണ്. ഇത് തന്നെയാണ് കേരളത്തിലെ ആരോഗ്യരംഗത്തെ ഏറ്റവും വലിയ പ്രശ്നം. ആശുപത്രി കെട്ടിടങ്ങളെല്ലാം പെയിൻ്റ് അടിച്ച് ആശുപത്രിയുടെ മുറ്റങ്ങളെല്ലാം ടൈല് വിരിച്ചിട്ടൊക്കെ വൃത്തിയാക്കലല്ല കൃത്യമായിട്ട് വേണ്ടത്. ഈ അപകടക്കണി ഉണ്ടായിട്ടുള്ള ഈ കെട്ടിടം 68 വർഷം പൈതൃകമായി സംരക്ഷിക്കപ്പെടേണ്ട ഒരു കെട്ടിടമാണോ? ഏതെങ്കിലും പുരാവസ്തു വകുപ്പ് അവിടെ നോട്ടീസ് കൊടുത്തിട്ടുണ്ടോ ഈ കെട്ടിടം ഇവിടെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട്? ഇത് അപകടക്കണിയാണെന്ന് ഈ സൂപ്രണ്ടിന് അറിയാമെങ്കിൽ എന്തുകൊണ്ട് ഈ സൂപ്രണ്ട് അവിടുത്തെ വൈദ്യുതി വിച്ഛേദിക്കാനുള്ള ഏർപ്പാട് ചെയ്തു? അവിടെ ലൈറ്റും വെള്ളവും കിട്ടിയത് കൊണ്ടല്ലേ ഈ ബിന്ദുവിനെ പോലുള്ള പാവങ്ങൾ അവിടേക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി പോയത്. ഇന്നലെ ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അവിടുത്തെ ഡോക്ടർമാരുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ നീട്ടിയ ചാനൽ മൈക്കിലേക്ക് അവിടുത്തെ ഡ്യൂട്ടിയിലുള്ള ഡോക്ടർമാർ എന്താ പറഞ്ഞത്? ആ ബ്ലോക്കിലെ ഒരുപാട് രോഗികൾ കിടക്കുന്നുണ്ട്. ഈ ഇടിഞ്ഞു വീണ കെട്ടിടത്തിൻ്റെ ഒരു ഭാഗമാണ് വീണതെങ്കിൽ മറ്റേ ഭാഗത്ത് നിറയെ ഓപ്പറേഷൻ കഴിഞ്ഞ രോഗികളുണ്ട്, അല്ല ഓപ്പറേഷൻ കാത്തു കിടക്കുന്നവരുണ്ട്. ഈ ഉണ്ടായ ദുരന്തം ആ ഭാഗത്താണ് ഉണ്ടായതെങ്കിൽ നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത് ഒരു ബിന്ദുവിനെ കുറിച്ചായിരിക്കില്ല. ഇവിടെ ബലാസോർ തീവണ്ടി അപകടം, അഹമ്മദാബാദ് മറ്റേ എയർ ഇന്ത്യയുടെ പ്ലെയിൻ താഴത്ത് വീണിട്ട് കത്തിയമർന്നത്, ഇത്തരം ദുരന്തങ്ങളോട് സാമ്യപ്പെടുത്തേണ്ട ഒന്നല്ല ഇത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മന്ത്രിമാർ അവിടെ നിന്ന് കഥാപ്രസംഗം നടത്തുമ്പോൾ ബിന്ദു എന്ന് പറയുന്ന ഒരു ജീവൻ മണ്ണിനടിയിൽ കിടന്നിട്ട് ജീവന് വേണ്ടിയിട്ട് എന്നെ രക്ഷിക്കുമെന്നുള്ള അവരുടെ ബോധം മറയുന്നത് വരെ അവർ ആഗ്രഹിച്ചിരിക്കാം എന്നുള്ളതാണ് ഇവിടുത്തെ സത്യം. എന്നിട്ട് ഈ മന്ത്രിമാർ പറഞ്ഞത് എന്താണ്? അവിടെ ആരും മണ്ണിനടിയിൽ പെട്ടിട്ടില്ല, 2 പേർക്ക് വേണ്ടതാണ്. മാധ്യമങ്ങളടക്കം അവിടെ ചെന്നിട്ട് ഏറെ നേരം കഴിഞ്ഞതിന് ശേഷമാണ് ഫയർഫോഴ്സ് സംവിധാനം അവിടേക്ക് എത്തുന്നത്. അതിനുശേഷവും നമ്മൾ നേരത്തെ കണ്ടതുപോലെ അതിനുള്ളിൽ ആളുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന നിരന്തര ആവശ്യങ്ങൾക്ക് ശേഷമാണ് അങ്ങനെ ഒരു പരിശോധന നടത്തുകയും അതിനൊടുവിൽ ബിന്ദുവിനെ കണ്ടെത്തുകയും ചെയ്തത് എന്നുള്ളതാണ് ഏറെ ദുഃഖകരമായ കാര്യം.